ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായി. മന്ത്രിമാരായ വി ശിവൻകുട്ടി, വി എൻ വാസവൻ, ജി ആർ അനിൽ, തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്. രാവിലെ 9:15 ശുദ്ധപുണ്യാഹത്തോടെയാണ് ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത്. തോറ്റംപാട്ടുകൾക്ക് ശേഷം തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകർന്നു. ഇതേ ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും പണ്ടാര അടുപ്പിലും കത്തിച്ചു. പണ്ടാര അടുപ്പിൽ നിന്ന് പകർന്ന ദീപം ഭക്തർ സ്വന്തം അടുപ്പിലേക്ക് ജ്വലിപ്പിച്ചതോടെ തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറി. ഉച്ചയ്ക്ക് 2:15 ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യം. നിവേദ്യത്തിന് 350 പൂജാരിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്ര പരിസരത്ത് ഇത്തവണ കൂടുതൽ സ്ഥലസൗകര്യം ഒരുക്കിയിരുന്നു. ക്ഷേത്ര പരിസരം കൂടാതെ തിരുവനന്തപുരം നഗരത്തിലും ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലും ഭക്തലക്ഷങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇസ്രായേലും അമേരിക്കയും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാനും മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ്. മിസൈൽ ശേഖരം നശിപ്പിക്കുന്നതിനോടൊപ്പം ആണവായുധം വികസിപ്പിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുകയുമാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പ്രസ്താവിച്ചു. ഇറാന്റെ ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് യുഎസുമായി സഹകരിക്കുമെന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു. യുഎസ് ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ 555 പേർ കൊല്ലപ്പെട്ടതായി റെഡ് ക്രസന്റ് അറിയിച്ചു. ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് യുഎഇയിൽ കുടുങ്ങിക്കിടന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഇതോടെ ആശ്വാസമായി. ഡൽഹി, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് ആരംഭിച്ചത്. യാത്രാ സമയം സംബന്ധിച്ച് അതത് എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടാൻ യാത്രക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി. ഇന്നലെ രാത്രിയോടെയാണ് എത്തിഹാദ് എയർവേസ് വിമാനം 100-ലധികം യാത്രക്കാരുമായി കൊച്ചിയിലെത്തിയത്. ഇറാനെതിരായ ഇസ്രായേൽ യുഎസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്ന ഇറാൻ അനുകൂലികളെ നിരീക്ഷിക്കണമെന്നും ഇവരുടെ സമൂഹ മാധ്യമ ഉപയോഗത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. യുഎസ്, ഇസ്രായേൽ കോൺസുലേറ്റുകളിലും എംബസികളിലും മറ്റും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സുസ്ഥിരവും ശക്തവുമാക്കുക എന്ന പ്രമേയത്തിലൂന്നി സംഘടിപ്പിക്കുന്ന ബജറ്റാനന്തര വെബിനാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. വ്യാവസായിക മേഖല വികസിപ്പിക്കുന്നതിനും സാങ്കേതിക നേതൃനിരയെ ആഴത്തിലറിയുന്നതിനും നിർണായക മേഖലകളുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും വെബിനാർ വഴിതെളിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ന് ലോക വന്യജീവി ദിനം. ഇന്ത്യയുടെ കാലാതീതമായ ധാർമ്മികത പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ ഉദ്ബോധിപ്പിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. എല്ലാ ജീവജാലങ്ങളും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഭാവി തലമുറകൾക്കായി വന്യജീവികളെ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തെ ഈ ദിനം ശക്തിപ്പെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും ദീർഘകാലം വടകരയിൽ നിന്നുള്ള ലോക്സഭാ അംഗവുമായിരുന്ന കെ.പി. ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തനായ വക്താവായ അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്വാസതടസ്സത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് കെ.പി. ഉണ്ണികൃഷ്ണൻ അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 1971 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വടകരയിൽ ആദ്യമായി മത്സരിച്ചു ജയിച്ചു. പിന്നീട് 5 തവണ ലോക്സഭാ അംഗമായി. പ്രവാസി മലയാളികളുടെ സുരക്ഷയും ആശങ്കകളും നേരിട്ടറിയാൻ GCC രാജ്യങ്ങളിലെ ലോക കേരള സഭാ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് UAE സമയം 4:30 ഓൺലൈൻ യോഗം ചേരും. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം അന്തിമവാദം കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായി. പ്രതിയായ സന്ദീപ് മാനസിക രോഗമുള്ള ആളാണെന്ന പ്രതിഭാഗത്തിന്റെ വാദം കളവാണെന്ന് തെളിയിക്കുന്ന സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാദമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ നടത്തിയത്. പ്രതിഭാഗം വാദം ഈ മാസം 7 നടക്കും. 4 വർഷം ബിരുദത്തിന്റെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ഏകീകൃത അക്കാദമിക് കലണ്ടർ പുറത്തിറക്കി. വിദ്യാർത്ഥികളുടെ അന്തർ സർവകലാശാല മാറ്റമടക്കം പരിഗണിച്ചാണ് എല്ലാ സർവകലാശാലകളിലും ഏകീകൃത അക്കാദമിക് കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. 1, 3, 5 സെമസ്റ്ററുകളുടെ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം അതത് കോളേജുകളിൽ നടത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.